ചങ്ങായിമാരെല്ലാവർക്കും സുഖല്ലേ? ഞാനൊരു വീഡിയോ കണ്ടിട്ട് ആകെ അന്തം വിട്ടിരിക്കുന്നു. വേറെ ആരെയും വീടില്ല, നമ്മുടെ അന്തരിച്ചു പോയ മഹാനടനായ മാമുക്കയില്ലേ, മാമുക്കോയുടെ മകനായ നിസാർ മാമുക്കോയ ഇപ്പൊ അത്യാവശ്യം സിനിമയെല്ലാം അഭിനയിക്കുന്നുണ്ട്. മൂപ്പർ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, നിങ്ങളും കുറച്ച് ആൾക്കാർ കേട്ടിട്ടുണ്ടോ? ആ കാര്യം കേട്ടിട്ട് ഞാനാകെ ഞെട്ടിപ്പോയി. മൂപ്പർ എന്താ പറയുന്നത്? നമ്മൾ RSSന്റെ നേതാവില്ലേ വത്സന്തില്ലെങ്കിലിനെ പോലത്തെ ഒരു നല്ല മനുഷ്യൻ വേറെ ഇല്ല എന്നാണ് ഈ നിസാർ മാമുക്കോയ പറയുന്നത്. നിസാർ മാമുക്കോയ്ക്ക് എന്താ പറ്റിയെന്നല്ല, തലക്കടി കിട്ടിയൊന്നല്ല. അദ്ദേഹം അയാൾ ചെയ്ത ഒരു പ്രവൃത്തിന്റെ മുകളിൽ അയാളെ പറ്റി ഇത്രമാത്രം പുകഴ്ത്തണമെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നിസാർ മാമുക്കോയെ സോഷ്യൽ മീഡിയയിലും ഭയങ്കരമായിട്ട് ഇടപെടുന്ന ആളാണ്. നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം അറിയുന്നില്ലേ? സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ കാണുന്നില്ലേ? സത്യമായ വാർത്തകൾ കാണുന്നില്ലേ? എന്നിട്ടാണോ നിങ്ങൾ എന്തോ ഒരു കാര്യം അയാൾ ചെയ്തു മറ്റ് അയാൾ ഇത്രമാത്രം വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് മൂടുന്നത്? അയാൾ പറഞ്ഞ എത്ര വൃത്തികെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയാൻ പാടില്ല, നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എന്തോ ചെറിയ കാര്യത്തിന് വേണ്ടി, എന്തോ കാര്യ ലാഭത്തിന് വേണ്ടി നിങ്ങൾ അയാളെ അനുകൂലിക്കുകയാണ്. നമുക്കെന്തായാലും എന്താണ് നിസാർ മാമുക്കോയ പറഞ്ഞതെന്ന് കേട്ടിട്ട് വരാലോ. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എന്തെല്ലോ ആകുന്നു. എന്തായാലും നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വത്സന്തില്ലെങ്കിൽ ഭയങ്കര വർഗീയവാദിയാണെന്നൊക്കെ പലരും പറയും. പല പ്രശ്നങ്ങളാണ് കേട്ടിരുന്നത്. ആയിരിക്കും, എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. പക്ഷെ ഇപ്പൊ മരിച്ച സമയത്ത് ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം എനിക്ക് ഒരു വിനീതില്ല, ആർട്ടിസ്റ്റ് നടന് വിനീതിന്റെ ഫോൺ വന്നപ്പോ കൊണ്ടുതന്നു. ഞാനിപ്പോ എന്റെ ഫോണൊന്നും നോക്കാൻ പറ്റിയ സിറ്റുവേഷൻ ഒന്നല്ലല്ലോ. അപ്പൊ വീട്ടിന്റെ കൊലയിൽ ഇരുന്ന് നോക്കിയിട്ട് പിന്നെ വെറുതെ ഇങ്ങനെ വാട്സപ്പിൽ കുറെ മെസ്സേജ് ഉണ്ട്. അപ്പൊ അതിലൊരു മെസ്സേജ് വത്സന്തില്ലങ്കരി എന്നുണ്ടപ്പോ ഞാനത് ഓണാക്കി വാട്സപ്പിൽ. അപ്പൊ അതില് ഇപ്പൊ 24 അറ്റാക്കായി, 25 26 മരിച്ചു. അപ്പൊ 25 വന്ന മെസ്സേജാ. പിന്നെ ഇപ്പൊ ബോധത്തിലേക്ക് എടുക്കല്ലേ, പിന്നെ നോക്കാൻ ആ ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല, സാഹചര്യമില്ല. അപ്പൊ അതിൽ എഴുതിയത് ഇങ്ങനെ, മാമുക്ക പേടിക്കരുത്, ഭയപ്പെടരുത്, അമ്മയും കുട്ടികളും വീട്ടിലെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, കുടുംബത്തിലെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, രക്ഷപ്പെട്ട് തിരിച്ചു വരും. ഇനി നമുക്ക് സിനിമയിൽ അഭിനയിക്കണം, നമുക്ക് ഇനി മാമുക്കാനെ കാണണം, എല്ലാവർക്കും കാണണം, തിരിച്ചു വരും കേട്ടോ, ഭയപ്പെടണ്ട, എല്ലാവരും പ്രാർത്ഥന ഉണ്ട്. ആര്? വത്സന്തില്ലങ്കരി മുസ്ലിം അതിന്റെ വാപ്പക്ക്. അപ്പൊ വർഗീയതല്ല, അത് രാഷ്ട്രീയ വർഗീയത. അതൊക്കെ എല്ലാവർക്കും സ്നേഹം. ആർക്കും അങ്ങനെ ഒരു മനസ്സോട് വെച്ച് മുസ്ലിങ്ങൾ ഓടിക്കണം, ഹിന്ദുക്കൾ ഓടിക്കണം ആർക്കും ഇല്ല. പിന്നെ അതിന്റെ ഇടയിൽ കളിക്കുന്ന ഒരു തല്ലിപ്പള്ളി രാഷ്ട്രീയമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനൊക്കെ പെരുമാറാൻ. ആരാണ് നിസാർ മാമുക്കോയ ആ തല്ലിപ്പൊളി രാഷ്ട്രീയം കളിക്കുന്നത്? അതും കൂടെ നിങ്ങൾ പറ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് തല്ലിപ്പൊളി? ആരാണ് ഇവിടെ വർഗീയത ഉണ്ടാക്കുന്നത്? ആരാണ് ഇവിടെ ഹിന്ദുവും മുസ്ലിം തമ്മിൽ വർഗീയതയും വിഭജനവും ഉണ്ടാക്കാൻ നോക്കുന്നത്? അതൊന്ന് നിസാർ മാമുക്കോയ പറഞ്ഞു തരുക. നിങ്ങൾ ആ ഒരു മെസ്സേജിന്റെ പേരിൽ, മാമുക്കോയക്ക് വത്സന്തില്ലങ്കരി എന്ന വർഗീയവാദി അയച്ച ഒരു മെസ്സേജിന്റെ പേരിൽ അദ്ദേഹത്തെ ഇത്രമാത്രം വാഴ്ത്തുമുണ്ടല്ല. ഇത് എവിടെയാ പോകുന്നറിയാം? ഇത് സംഘപരിവാർ ഹാൻഡിലുകൾ ആഘോഷിക്കുകയാണ്. കണ്ട ഒരു മുസ്ലിമായ ഒരാള് വത്സന്തില്ലങ്കരി പറ്റി ഇത്രയും നല്ലത് പറയുന്നെന്നും മറ്റും. നിങ്ങൾ ആ ഒരു മെസ്സേജിൽ വത്സന്തില്ലങ്കരി ഇതുവരെ ചെയ്ത എല്ലാ വർഗീയ കാര്യങ്ങളും, ഇനി ചെയ്യാൻ പോകുന്ന വർഗീയ കാര്യങ്ങളെല്ലാം കഴുകി കളഞ്ഞു കഴിഞ്ഞോ മിസ്റ്റർ മാമുക്കോയുടെ മകനായ നിസാർ മാമുക്കോയ? നിങ്ങൾക്ക് അങ്ങനെ കഴുകി കളയാൻ പറ്റുമോ? നിങ്ങളുടെ സമുദായത്തിന് നേരെ അയാൾ എത്ര വൃത്തികെട്ട രീതിയിലാണ് മുൻപൊക്കെ പ്രസംഗിച്ചിട്ടുള്ളത്, ഇപ്പൊ പ്രസംഗിക്കുന്നതും, ഇപ്പൊ അയാളുടെ മനസ്സിലുള്ള ആ കുരുട്ടുമൊക്കെ അല്പം ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? പക്ഷെ എന്നിട്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സമുദായത്തെ തന്നെ ഒറ്റിക്കൊടുക്കുന്ന രീതിയിൽ ഇതുപോലൊരു പ്രസ്താവന നടത്തിയത്? നിങ്ങളിപ്പം പറഞ്ഞ നിങ്ങൾക്ക് അയാൾ വർഗീയവാദിയെന്ന് യാതൊരു തോന്നലില്ല. നിങ്ങൾ പറഞ്ഞ അയാളെ നിങ്ങൾക്ക് പരിചയമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്നെ അയാൾ വർഗീയവാദി അല്ലാന്ന് തോന്നിയത് ആ ഒരൊറ്റ മെസ്സേജിന്റെ പേരിലോ? ഞാൻ ഇപ്പോഴും പറഞ്ഞു, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് പോലും നിങ്ങൾക്ക് ഇയാളെ പറ്റി യാതൊരു വിവരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും പച്ചക്കള്ളമാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ ഉപ്പയെ അടക്കം, നിങ്ങളുടെ സമുദായത്തെ അടക്കം അപമാനിക്കുന്ന ഒരു പ്രസ്താവനയാണ് നടത്തിയത്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഉപ്പ പണ്ട് അഭിനയിച്ച സിനിമയുടെ ഭാഗങ്ങൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും വരുമ്പോൾ അതിന്റെ അടിയിൽ സംഘികൾ ഇടുന്ന കമന്റുകൾ ഉണ്ടല്ലോ, അതിലടിയിൽ വരെ സംഘികൾ വന്നിട്ട് മാമുക്കോയ എന്ന പേരുള്ള മഹാനടന്റെ മതം പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കുന്നു. അദ്ദേഹത്തെ വർഗീയവാദിയിൽ ഇപ്പോഴും ചിത്രീകരിക്കുന്ന സംഘികളുണ്ട്. നിങ്ങൾ ആ പ്രൊഫൈലുകളൊന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ഉപ്പ എന്ന മഹാനടനായ മാമുക്കയെ കുറ്റം പറഞ്ഞവരുടെ പ്രൊഫൈലുകളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഫൈലുകളിൽ നിങ്ങൾ പോകുന്നത് ഈ വത്സന്തില്ലങ്കരി അനുകൂലിക്കുന്ന സംഘികളുടെ അടുത്തേക്കായിരിക്കും. എന്നിട്ട് അയാളിട്ട ഒരു മെസ്സേജിന്റെ പേരിൽ ഇത്രയും വർഗീയവാദി ഒരാളാണ് നിങ്ങൾ ഇത്രമാത്രം വെള്ളപൊഴിച്ചെന്നുണ്ടെങ്കിൽ, മഹാനടനായ മാമുക്കയുടെ മകനായ മിസ്റ്റർ നിസാർ മാമുക്കോയ, എനിക്ക് നിങ്ങളുടെ പുച്ഛമാണ്. പുച്ഛം എന്ന് പറഞ്ഞ വെറും പുച്ഛം. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ പ്രസ്താവന എടുത്തതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇനി ഭാവിയിൽ ഭയങ്കരമായ നടനായ ശേഷം നിങ്ങൾക്കൊരു മികച്ച നടനുള്ള ദേശീയ അംഗീകാരം ബി ജെ പിക്ക് വാങ്ങിത്തരാനാണോ മിസ്റ്റർ നിസാർ മാമുക്കോയ നിങ്ങൾ ഈ ചെയ്തതെങ്കിൽ നിങ്ങൾ വെറും വിഡ്ഢിയാണ് കേട്ടോ, വിഡ്ഢികളിൽ വിഡ്ഢി. നിങ്ങൾ ഇപ്പോഴും മമ്മൂട്ടി എന്ന മഹാനടന്റെ വീഡിയോക്കതായാലും അദ്ദേഹത്തിന്റെ ഫോട്ടോത്തിൻ്റെതായാലും അദ്ദേഹത്തെ വർഗീയവാദിയും അദ്ദേഹത്തെ ഭീകരനുമായി ചിത്രീകരിക്കുന്ന ആൾക്കാരുടെ പ്രൊഫൈലുകളിൽ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തുന്നറിയാം? നിങ്ങൾ അപ്പോഴും എത്തുന്നത് ഈ വർഗീയവാദിയെ വത്സന്തില്ലങ്കരി ആരാധിക്കുന്നവരുടെ കൂട്ടത്തിലേക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അത്രയൊക്കെ പാലും പഴവും ഒഴിച്ചിട്ട് വത്സന്തില്ലങ്കരി എന്ന വർഗീയവാദിയെ നല്ലവനാക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ സമുദായം നിങ്ങൾക്ക് മാപ്പ് തരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ ഉപ്പയായ മാമുക്കോയ നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് തരില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.